ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ നമ്മുടെ എന്താണ്? സ്കിമ്മിങ് ടാങ്ക്. സ്കിമ്മിങ് ടാങ്ക് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യം ടാങ്ക് വരയ്ക്കാം. ടാങ്ക് റിപ്രസെന്റ് ചെയ്യുന്നത് പോലെ ഇതാണ് നമ്മുടെ ടാങ്ക്. ഓക്കെ, ടാങ്ക്. ഓക്കെ, അപ്പോൾ സ്കിമ്മിങ് ടാങ്ക്. അപ്പോൾ എന്താണ് നമ്മുടെ സ്കിമ്മിങ് ടാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം n നമ്പർ ഓഫ് സോഴ്സിൽ നിന്നാണ് നമ്മുടെ വേസ്റ്റ് വാട്ടർ വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അതിൽ ഒബ്വിയസ്ലി ഓയിൽ ആൻഡ് ഗ്രീസിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്രീസ് കാണാനുള്ള സാധ്യത അതിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഓയിൽ ആൻഡ് ഗ്രീസിനെ നമ്മൾ കമ്പൽസറി ആയിട്ട് റിമൂവ് ചെയ്യണം. എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്രീസ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ അത് കുറയ്ക്കും, അല്ലെങ്കിൽ ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ഇല്ലാതാക്കും, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്താണ് ഓയിൽ ആൻഡ് ഗ്രീസിനെ റിമൂവ് ചെയ്യണം. കുറച്ചുകൂടെ നല്ലോണം പറയുകയാണെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റിന്റെ എഫിഷ്യൻസി കുറയും. മൈക്രോ ഓർഗാനിസം നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡികമ്പോസിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ബയോളജിക്കലി നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് നമ്മുടെ സിസ്റ്റത്തിൽ ഓയിൽ ആൻഡ് ഗ്രീസ് ഉണ്ടെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റിന്റെ എഫിഷ്യൻസി കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ ആൻഡ് ഗ്രീസിനെ റിമൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ചെയ്യുന്നത്? അപ്പം എങ്ങനെയാണ് നമ്മൾ ഓയിൽ ആൻഡ് ഗ്രീസിനെ റിമൂവ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കംപ്രസ്ഡ് എയറിനെ പാസ് ചെയ്യും. ഓക്കെ, താഴെ നിന്ന് നമ്മൾ എന്താണ് കംപ്രസ്ഡ് എയറിനെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, കംപ്രസ്ഡ് എയറിനെയാണ് നമ്മൾ താഴെ നിന്ന് പാസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ റേറ്റ് ഓഫ് പാസിംഗ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് പാസിംഗ് എന്ന് പറയുന്നത് 3000 to 6000 meter cube per million liter. ഓക്കെ, 3000 to 6000 meter cube million per liter ആണ് നമ്മൾ കംപ്രസ്ഡ്, ആ റേറ്റിലാണ് നമ്മൾ കംപ്രസ്ഡ് എയറിനെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണാവുന്നത്? ഇവിടെയുള്ള എന്താണ് ഓയിൽ ആൻഡ് ഗ്രീസ് എന്താണ് അത് പുഷ് ചെയ്ത് സർഫസിൽ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അത് ഓയിൽ ആൻഡ് ഗ്രീസ് പുഷ് ചെയ്ത് സർഫസിൽ കൊണ്ടുവരും നമ്മുടെ കംപ്രസ്ഡ് എയർ. ഓക്കെ, അപ്പോൾ സർഫസിൽ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഈസി ആയിട്ട് സ്കിം ഓഫ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്കിമ്മിങ് ടാങ്കിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് എഫിഷ്യൻസി നമുക്ക് കുറച്ചുകൂടെ കൂട്ടണം, കംപ്രസ്ഡ് എയറിന്റെ കൂടെ എഫിഷ്യൻസി കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കംപ്രസ്ഡ് എയറിന്റെ കൂടെ നമ്മൾ എന്താണ് പാസ് ചെയ്യുന്നത്? കംപ്രസ്ഡ് എയറിന്റെ കൂടെ ക്ലോറിൻ ഗ്യാസ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോഴെന്താണ് റേറ്റ് ഓഫ് എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് സ്കിമ്മിങ് ടാങ്ക് കുറച്ചുകൂടെ കൂടും, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗ്രീസ് ആൻഡ് ഓയിൽ കുറച്ചുകൂടെ നമ്മുടെ കൂടും. ഓക്കെ, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഷോർട്ട് ഫോമിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഓയിൽ ആൻഡ് ഗ്രീസ് നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആവാൻ പാടില്ല, നമ്മുടെ സിസ്റ്റത്തിൽ വരാൻ പാടില്ല. അപ്പോൾ എന്താണ് നമ്മൾ അതിനെ കമ്പൽസറി ആയിട്ട് റിമൂവ് ചെയ്യണം. അതിന് ഏത് സ്റ്റേജിലാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ സ്കിമ്മിങ് ടാങ്ക് ആണ്. എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ അത് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ അത് കുറയ്ക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി, നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കൂടുതലാണ്. ഓക്കെ, ഇന്ത്യയിൽ നമ്മുടെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ കൂടുതലാണ്. അതുകൊണ്ട് ജനറലി എന്താണ് സ്കിമ്മിങ് ടാങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. സ്കിമ്മിങ് ടാങ്ക് നമ്മൾ ഇന്ത്യയിൽ പ്രിഫർ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്താൽ? ബിക്കോസ് ഇന്ത്യയിൽ നമ്മുടെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ കൂടുതലാണ്. ഓക്കെ, കുറച്ചുകൂടെ നല്ലോണം പറയുവാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്രീസ്, ഫോർ എക്സാമ്പിൾ ഓയിൽ ആൻഡ് ഗ്രീസ് നോർമൽ ടെമ്പറേച്ചറിൽ അത് കമ്പൈൻ ആയിട്ട് കോഗുലേഷൻ നടക്കുമ്പോൾ എന്താണ് നമ്മുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് റിമൂവൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ടെമ്പറേച്ചർ റൈസ് ആണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. അതുകൊണ്ട് എന്താണ് ഇത് രണ്ടും കമ്പൈൻ ആവത്തില്ല. അപ്പോഴെന്താണ് എഫിഷ്യൻസി ഓഫ് റിമൂവൽ ഓഫ് ഓയിൽ ആൻഡ് ഗ്രീസ് കുറച്ചുകൂടെ കുറവായിരിക്കും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്. ഓക്കെ, അതുകൊണ്ട് ജനറലി നമ്മൾ ഇന്ത്യയിൽ സ്കിമ്മിങ് ടാങ്ക് പ്രിഫർ ചെയ്യാറില്ല. പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പഠിക്കണം, അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പഠിക്കുന്നു മാത്രം. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ ജനറലി ഇത് പ്രിഫർ ചെയ്യാറില്ല. ക്ലിയർ ആണല്ലോ? അതേപോലെ ഇതിന്റെ ഡിറ്റൻഷൻ ടൈം അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഡിറ്റൻഷൻ ടൈം എത്രയാണ്? 3 to 5 minutes ആണ് ഡിറ്റൻഷൻ ടൈം. ഓക്കെ, ഡിറ്റൻഷൻ ടൈം എത്രയാണ്? 3 to 5 minutes ആണ് ഡിറ്റൻഷൻ ടൈം വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ സിമ്പിൾ വേർഡ്സിൽ നമ്മൾ എന്താണ് ഓയിൽ ആൻഡ് ഗ്രീസിനെ റിമൂവ് ചെയ്യണം. എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസത്തിനെ എലിമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അതാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഓയിൽ ആൻഡ് ഗ്രീസിനെ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? കംപ്രസ്ഡ് എയറിനെ പാസ് ചെയ്യും അറ്റ് ദ റേറ്റ് 3000 to 6000 meter cube per million liter. അതിന്റെ കൂടെ ക്ലോറിൻ ഗ്യാസും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കുറച്ചുകൂടെ കൂടും. അതാണ് നമ്മുടെ സ്കിമ്മിംഗ് ടാങ്ക് നമ്മൾ എന്താണ് സ്കിം ഓഫ് അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്രീസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് സ്കിമ്മിംഗ് ടാങ്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ എന്ന് പറയുവാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ ആണ് നമ്മുടെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക്. ഓക്കെ, പ്രൈമറി
സെഡിമെന്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ PST. ഷോർട്ട് ഫോമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ PST, പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ PST. ഓക്കെ, ഓൾറെഡി നമ്മൾ നോക്കിയത് എന്താണ്? ഓൾറെഡി നമ്മൾ നോക്കിയത് ഗ്രിഡ് ചേമ്പർ. ഗ്രിഡ് ചേമ്പറിൽ നമ്മൾ എന്താണ് നമ്മൾ നോക്കിയത്? ഇനോർഗാനിക് പാർട്ടിക്കൽ എന്താണാവുന്നത്? സെറ്റിൽ ആവുകയാണ്. അതേപോലെ ഓർഗാനിക് പാർട്ടിക്കലിനെ നമ്മൾ സെറ്റിൽ ചെയ്യിപ്പിക്കത്തില്ല. ഓർഗാനിക് പാർട്ടിക്കലിനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് ആയ PSTയിലാണ് നമ്മൾ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ PST ആണ് ഓർഗാനിക് പാർട്ടിക്കലിനെ അല്ലെങ്കിൽ ഓർഗാനിക് സസ്പെൻഡഡ് പാർട്ടിക്കലിനെ റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ PSTയുടെ ഫസ്റ്റ് പ്രൈം ഫംഗ്ഷൻ എന്താണ്? ഓർഗാനിക് പാർട്ടിക്കൽ അല്ലെങ്കിൽ ഓർഗാനിക് സസ്പെൻഡഡ് പാർട്ടിക്കലിനെ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യണം. അതാണ് PSTയുടെ മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൈമറി സെഡിമെന്റേഷന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പ്രൈം ഫംഗ്ഷൻ എന്താണ്? ഓർഗാനിക് സസ്പെൻഡഡ് പാർട്ടിക്കലിനെ സെറ്റിൽ ചെയ്യിപ്പിക്കണം PST. അത് PSTയുടെ മെയിൻ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്? സെഡിമെന്റേഷൻ ടാങ്കിൽ മെയിൻലി 4 ടൈപ്പ് ഉണ്ട്. 4 ടൈപ്പ് ഓഫ് സെറ്റിലിംഗ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓൾറെഡി ഞാൻ ഓൾറെഡി ചാനലിൽ എടുത്തതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം എന്തൊക്കെ ടൈപ്സ് ആണ് സെറ്റിലിംഗ് ഉള്ളത് നോക്കുകയാണെങ്കിൽ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, അതേപോലെ ടൈപ്പ് 3 ഉണ്ട്, ടൈപ്പ് 4 നമുക്ക് സെറ്റിലിംഗ് ഉണ്ട്. ഓക്കെ, ടൈപ്പ് 4 നമുക്ക് സെറ്റിലിംഗ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ടൈപ്പ് 1 നമ്മൾ പറയുന്നതാണ് ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ്. ടൈപ്പ് 2 നമ്മൾ പറയുന്നതാണ് ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ്. ടൈപ്പ് 3 നമ്മൾ പറയുന്നതാണ് സോൺ സെറ്റിലിംഗ് അല്ലെങ്കിൽ ഹിൻഡേർഡ് സെറ്റിലിംഗ്. ടൈപ്പ് 4 നമ്മൾ പറയുന്നതാണ് എന്താണ് പറയുന്നത്? കംപ്രഷൻ സെറ്റിലിംഗ് അല്ലെങ്കിൽ കംപ്രസ്ഡ് സെറ്റിലിംഗ് എന്ന് പറയും. ഓക്കെ, കംപ്രഷൻ അല്ലെങ്കിൽ കംപ്രസ്ഡ് സെറ്റിലിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആസ് ഇൻക്രീസ് ഇൻ സ്റ്റേജ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ടൈപ്പ് 1 ടു ടൈപ്പ് 2 ടു ടൈപ്പ് 3 ടു ടൈപ്പ് 4 നമ്മൾ നോക്കേണ്ടത് എന്താണ്? കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഡെപ്ത് ആയിട്ട് പോകുന്നില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഔട്ട്കം മാത്രം പറയാം. ഓക്കെ, ഇതിന്റെ നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കേണ്ടത് എന്താണ്? അത് മാത്രം പറയാം. ഓക്കെ, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ഡിസൈൻ ആവുന്നത് ഓവർഫ്ലോ റേറ്റിനാണ്. ഓക്കെ, ഇത് ഡിസൈൻ ആവേണ്ടത് ഓവർഫ്ലോ റേറ്റിന് വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതേപോലെ ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4 ഡിസൈൻ ആവുന്നത് ഓവർഫ്ലോ റേറ്റ് ആൻഡ് സോളിഡ് ലോഡിംഗ് റേറ്റ്. ഓക്കെ, സോളിഡ് ലോഡിംഗ് റേറ്റിനാണ് ഡിസൈൻ ആവുന്നത്. ഓക്കെ, ടൈപ്പ് 1, ടൈപ്പ് 2 ഓവർഫ്ലോ റേറ്റ്. അതേപോലെ ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4 ആണെങ്കിൽ ഓവർഫ്ലോ റേറ്റ് ആൻഡ് സോളിഡ് ലോഡിംഗ് റേറ്റിനാണ് ഡിസൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ സെഡിമെന്റേഷൻ ടാങ്ക് എടുക്കുകയാണെങ്കിൽ ഇൻ റോ വാട്ടർ പ്ലാന്റ് എന്ന പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ സെഡിമെന്റേഷൻ ടാങ്കിൽ നമ്മൾ എന്താണ് നോക്കിയത്? ഏത് പാരാമീറ്ററിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ മാക്സിമം ഡിസ്ചാർജിനാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്, അല്ലെ? മാക്സിമം ഡിസ്ചാർജിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതേപോലെ സെഡിമെന്റേഷൻ ടാങ്ക് എടുക്കുകയാണ് ഇൻ വേസ്റ്റ് വാട്ടർ പ്ലാന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേസ്റ്റ് വാട്ടർ പ്ലാന്റിൽ മാക്സിമം ഡിസ്ചാർജ് അല്ല, നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ആവറേജ് ഡിസ്ചാർജ് അല്ലെങ്കിൽ പീക്ക് ഡിസ്ചാർജ്. ഓക്കെ, രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. ആവറേജ് ഡിസ്ചാർജ് അല്ലെങ്കിൽ പീക്ക് ഡിസ്ചാർജ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, രണ്ടും കൂടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, രണ്ടും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തതിന്റെ മാക്സിമം പാരാമീറ്റർ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സെഡിമെന്റേഷൻ ടാങ്ക് 2 കാറ്റഗറി ഉണ്ട്. എന്തൊക്കെയാണ്? റോ വാട്ടർ നമ്മൾ ഓൾറെഡി നോക്കി, അത് ഡിസൈൻ ആവുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മാക്സിമം ഡിസ്ചാർജ് ആണ്. പക്ഷേ വേസ്റ്റ് വാട്ടർ പ്ലാന്റിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ് അല്ലെങ്കിൽ വേരിയബിൾസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആവറേജ് ഡിസ്ചാർജും കണ്ടുപിടിക്കണം, അതേപോലെ പീക്ക് ഡിസ്ചാർജ് നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ ഡിസൈനിങ്ങിൽ എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതേപോലെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് 1 എക്സാമ്പിൾ എന്താണ്? ടൈപ്പ് 2 എക്സാമ്പിൾ എന്താണ്? അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ അതും ഞാൻ പറയാം. പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് 1 ടാങ്ക് അല്ലെങ്കിൽ ടൈപ്പ് 1 സെറ്റിലിംഗ് ടാങ്കിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ടൈപ്പ് 1 സെറ്റിലിംഗ് ടാങ്കിന്റെ എക്സാമ്പിൾ ആണ് പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് 1 സെറ്റിലിംഗ് ടാങ്കിന്റെ എക്സാമ്പിൾ ആണ് പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. അതേപോലെ ഗ്രിഡ് ചേമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രിഡ് ചേമ്പർ എന്ന് പറയുന്നത്
വേസ്റ്റ് വാട്ടർ പ്ലാന്റിൽ ഇത് നമ്മുടെ എന്താണ് റോ വാട്ടർ പ്ലാന്റിന്റെ കേസാണ്. ഓക്കെ, റോ വാട്ടർ പ്ലാന്റിന്റെ കേസാണ്. അതേപോലെ ഗ്രിഡ് ചേംബർ നമ്മൾ പറയുന്നത് വേസ്റ്റ് വാട്ടർ പ്ലാന്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതും നമ്മുടെ ടൈപ്പ് 1 ടാങ്കിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ടൈപ്പ് 1 സെറ്റിലിംഗിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഗ്രിഡ് ചേംബറും അതേപോലെ പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്കും ടൈപ്പ് 1 സെറ്റിലിംഗ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ എന്താണുള്ളത്? പിന്നെ നമ്മൾ നോക്കുവാണ് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക്. പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് ഏതിന്റെ കേസാണ്? നമ്മുടെ വേസ്റ്റ് വാട്ടർ പ്ലാന്റിന്റെ കേസ് ആണെങ്കിൽ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് നമ്മുടെ വേസ്റ്റ് വാട്ടർ പ്ലാന്റിന്റെ നമ്മൾ കേസ് ആണെങ്കിൽ ടൈപ്പ് 2 സെറ്റിലിംഗ് ആണ്. ഓക്കെ, വേസ്റ്റ് വാട്ടർ പ്ലാന്റ് ആണെങ്കിൽ ടൈപ്പ് 2 സെറ്റിലിംഗ് ആണ്. ഓക്കെ, വേസ്റ്റ് വാട്ടർ പ്ലാന്റ് ആണെങ്കിൽ നമ്മുടെ ടൈപ്പ് 2 സെറ്റിലിംഗ് ആണ്, അല്ലെങ്കിൽ ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ് ആണ്. ഓക്കെ, ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ് ആണ്. അത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ് ആണ്. അപ്പോൾ ഇത് ഡിസൈൻ ആവുന്നത് എങ്ങനെയാണ്? നമുക്ക് ഓൾറെഡി നമ്മൾ നോക്കി, ഓവർഫ്ലോ റേറ്റിനാണ് ഡിസൈൻ ആവുന്നത്. ഓക്കെ, ഓവർഫ്ലോ റേറ്റിനാണ് ഡിസൈൻ ആവുന്നത്. അതേപോലെ ഇത് ഡിസ്ചാർജ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ ആവറേജ് വാല്യൂ നമ്മൾ എടുക്കണം, അതേപോലെ പീക്ക് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. ആവറേജ് വാല്യൂ നമ്മൾ നോക്കണം, അതേപോലെ പീക്ക് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ആവറേജ് വാല്യൂ നമ്മൾ നോക്കണം, പീക്ക് വാല്യൂ നമ്മൾ നോക്കണം. ഓക്കെ, പീക്ക് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? ഞാൻ ഒന്നുകൂടെ പറയാം, ബിക്കോസ് കൺഫ്യൂസിംഗ് ആണ്. ടൈപ്പ് 1 ടൈപ്പ് 2 സെറ്റിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓവർഫ്ലോ റേറ്റിനാണ് ഡിസൈൻ ആവേണ്ടത്. ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4 ആണെങ്കിൽ ഓവർഫ്ലോ റേറ്റ് അതേപോലെ സോളിഡ് ലോഡിംഗ് റേറ്റിനാണ് ഡിസൈൻ ആവേണ്ടത്. ഓക്കെ, അതേപോലെ റോ വാട്ടർ പ്ലാന്റ് ആണെങ്കിൽ മാക്സിമം ഡിസ്ചാർജ് ആണ് ഡിസൈൻ ആവേണ്ടത്. അതേപോലെ നമ്മുടെ വേസ്റ്റ് വാട്ടർ പ്ലാന്റ് ആണെങ്കിൽ ആവറേജ് ഡിസ്ചാർജ് അതേപോലെ പീക്ക് ഡിസ്ചാർജ് രണ്ടും നമ്മൾ എടുക്കേണ്ടതാണ്. ഓക്കെ, അതേപോലെ പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്ക് ആണെങ്കിൽ ടൈപ്പ് 1 സെറ്റിലിംഗ് ആണ്. റോ വാട്ടർ പ്ലാന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്പ് 1 സെറ്റിലിംഗ് ആണ്. അതേപോലെ ഗ്രിഡ് ചേംബർ നമ്മൾ നോക്കുകയാണെങ്കിൽ വേസ്റ്റ് വാട്ടർ പ്ലാന്റിന്റെ ടൈപ്പ് 1 സെറ്റിലിംഗിന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് നമ്മൾ വേസ്റ്റ് വാട്ടർ പ്ലാന്റിൽ എടുക്കുകയാണെങ്കിൽ ടൈപ്പ് 2 സെറ്റിലിംഗ് ആണ്. അതേപോലെ ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ് എന്ന് തന്നെ പറയും. ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ് നമ്മൾ ഓൾറെഡി നോക്കി, അത് എന്തിന്റെ പാരാമീറ്ററിലാണ് ഡിസൈൻ ആവുന്നത്? അല്ലെങ്കിൽ ടൈപ്പ് 2 സെറ്റിലിംഗ് എന്തിന്റെ പാരാമീറ്ററിലാണ് ഡിസൈൻ ആവേണ്ടത്? ഓവർഫ്ലോ റേറ്റ് ആണ്. അതേപോലെ വേസ്റ്റ് വാട്ടർ ആയതുകൊണ്ട് നമ്മൾ എന്തുകൂടെ കൺസിഡർ ചെയ്യണം? ആവറേജ് അതേപോലെ പീക്ക് ഡിസ്ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആണല്ലോ? റോ വാട്ടർ ആണെങ്കിൽ മാക്സിമം ഡിസ്ചാർജ്, അതേപോലെ വേസ്റ്റ് വാട്ടർ ആണെങ്കിൽ പീക്ക് ഡിസ്ചാർജ് അല്ലെങ്കിൽ നമ്മുടെ ആവറേജ് ഡിസ്ചാർജ് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്കറിയാം ഓവർഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഓവർഫ്ലോ റേറ്റ് അറിയാമെങ്കിൽ നമുക്ക് എന്താണ് പ്ലാൻ ഏരിയ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സർഫസ് ഏരിയ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? ഡിസ്ചാർജ് ബൈ ഓവർഫ്ലോ റേറ്റ് പീക്ക്, ഓവർഫ്ലോ റേറ്റ് ആവറേജ് പ്ലസ് ഡിസ്ചാർജ് പീക്ക് divided by overflow rate peak. ഓവർഫ്ലോ റേറ്റ് പീക്ക് ഇതിന്റെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സർഫസ് ഏരിയക്ക്. സർഫസ് ഏരിയയുടെ ഇതിന്റെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്? ഡിസ്ചാർജ് ഇവിടെ വേരിയബിൾ ആണ്, അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഡിസ്ചാർജ് വേരിയബിൾ ആണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ഡിറ്റൻഷൻ ടൈം ഇവിടെ എത്രയാണ് ചോദിക്കുകയാണെങ്കിൽ 2 to 2.5 hours ആണ് ഡിറ്റൻഷൻ ടൈം വരുന്നത്. 2 to 2.5 hours ആണ് ഡിറ്റൻഷൻ ടൈം വരുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ നമ്മുടെ ഡൗട്ട് വരുന്നത് എന്താണ്? ഡൗട്ട് വരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ കോഗുലേഷൻ നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യണം. നമ്മൾ റോ വാട്ടറിൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ കോഗുലേഷൻ ചെയ്തു അല്ലെ? പക്ഷെ വേസ്റ്റ് വാട്ടർ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ കോഗുലേഷൻ എയ്ഡഡ് സെഡിമെന്റേഷൻ നമ്മൾ ചെയ്യാറില്ല. ബിക്കോസ് എന്താണ്? കോഗുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് കെമിക്കൽ ആണ്. ഓക്കെ, കോഗുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കെമിക്കൽ ആണ്. അത് കെമിക്കൽ എന്ന് പറഞ്ഞാൽ അഗെയിൻ നമുക്ക് ഹാർംഫുൾ ആണ്. എന്തിനാണ് ഹാർംഫുൾ? മൈക്രോ ഓർഗാനിസത്തിന് അത് ഡിസാസ്ട്രസ് ആണ്. മൈക്രോ ഓർഗാനിസത്തിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കോഗുലന്റ് അല്ലെങ്കിൽ കെമിക്കൽ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ. ബിക്കോസ് എന്താണ്? മൈക്രോ ഓർഗാനിസം നമുക്ക് എന്തുകൊണ്ടാണ് ആവശ്യം? ഫോർ ഡിക്കമ്പോസിഷൻ പർപ്പസിന് മൈക്രോ ഓർഗാനിസം നമുക്ക് സിസ്റ്റത്തിൽ വേണം അല്ലെ? ഡിക്കമ്പോസിഷൻ പ്രോസസ് നമുക്ക് സിസ്റ്റത്തിൽ മൈക്രോ ഓർഗാനിസംസ് എന്തായാലും വേണം. അത് എലിമിനേറ്റ് ആവാൻ പാടില്ല. അതാണ് നമ്മൾ ഓൾറെഡി സ്കിമ്മിംഗ് ടാങ്കിൽ നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ എന്താണ്? കോഗുലേഷൻ നമ്മൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് നമ്മൾ കോഗുലേഷൻ ചെയ്യാറില്ല, അല്ലെങ്കിൽ കോഗുലേഷൻ എയ്ഡഡ് സെഡിമെന്റേഷൻ നമ്മൾ ചെയ്യാറില്ല. ബിക്കോസ് എന്താണ്? അത് കെമിക്കലാണ്, അത് ഹാർംഫുൾ ആണ് ഫോർ മൈക്രോ ഓർഗാനിസം നമ്മുടെ സിസ്റ്റത്തിൽ വേണം. നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു ചാൻസസും നമ്മൾ എടുക്കാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? അതേപോലെ നമ്മളിപ്പം കോഗുലന്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഇവിടെ വേസ്റ്റ് വാട്ടർ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ കോഗുലന്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്. കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ഡോസേജ് ഓഫ് ദ കോഗുലന്റ് കൂടുതലാണ്. അപ്പോൾ എന്താണ്? ഹ്യൂജ് ഫോം ഓഫ് സ്ലഡ്ജ് നമുക്ക് വരും. അതേപോലെ കോസ്റ്റ്ലി ആണ്. അതേപോലെ നമുക്ക് എന്താണ്? ഡൈജസ്റ്റഡ് സ്ലഡ്ജിനെ നമുക്ക് എന്താണ്? ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതും അഗെയിൻ കോസ്റ്റ്ലി ആണ്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെന്താണ്?
പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2 കേസ് ഉണ്ട്. നമ്മൾ കോഗുലേഷൻ ചെയ്യുന്ന 2 കേസ് ഉണ്ട്. ജനറലി നമ്മൾ വേസ്റ്റ് വാട്ടർ പ്ലാന്റിൽ നമ്മൾ കോഗുലേഷൻ നമ്മൾ ചെയ്യാറില്ല. പക്ഷേ ഇൻ കേസ് നമ്മുടെ സ്പേസ് നമുക്ക് അവൈലബിലിറ്റി കുറവാണെങ്കിൽ നമ്മൾ കോഗുലേഷൻ ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന ലേക്ക്, ഇൻ കേസ് നമ്മൾ വേസ്റ്റ് വാട്ടറിനെ ഡിസ്പോസ് ചെയ്യുന്ന ലേക്കിൽ എന്താണ് യൂട്രോഫിക്കേഷനെ പ്രിവെന്റ് ചെയ്യണം. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഗിയനെ ഗ്രോത്തിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് കോഗുലേഷൻ എയ്ഡഡ് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് വാട്ടറിനെ നമ്മൾ എന്താണ് ലേക്കിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ടു പ്രിവെന്റ് ദ യൂട്രോഫിക്കേഷൻ, അല്ലെങ്കിൽ ടു പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് ആൽഗ. ആൽഗയുടെ ഗ്രോത്തിന് നമുക്ക് ലേക്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് നമ്മളെ വേസ്റ്റ് വാട്ടർ എവിടെ നിന്നാണ് വരുന്നത്? കോഗുലേറ്റഡ് എയ്ഡഡ് സെഡിമെന്റേഷൻ കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് വാട്ടറിനെ നമ്മൾ എന്താണ് ലേക്കിൽ ഡിസ്പോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ലേക്കിൽ എന്താണ് ഡിസ്പോസ് ചെയ്യുന്നത്? ബിക്കോസ് ടു പ്രിവെന്റ് ദ യൂട്രോഫിക്കേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചാൻസസ് എടുക്കണം. അപ്പോൾ 2 കേസിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് സ്പേസ് അവൈലബിലിറ്റി ആണെങ്കിൽ നമ്മൾ എന്താണ് കോഗുലേഷൻ ചെയ്യാറുണ്ട്. കോഗുലേഷൻ ആയിട്ട് സെഡിമെന്റേഷൻ ഫോർ വേസ്റ്റ് വാട്ടർ ചെയ്യാറുണ്ട്. അതേപോലെ ഇൻ കേസ് നമ്മുടെ ലേക്കിൽ യൂട്രോഫിക്കേഷൻ തടയണമെങ്കിൽ ആ ഒരു കേസിൽ നമ്മൾ കോഗുലേഷൻ എയ്ഡഡ് സെഡിമെന്റേഷൻ ചെയ്യാറുണ്ട് ഫോർ വേസ്റ്റ് വാട്ടർ. 2 കേസിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ആസ്പെക്ട് എന്താണ്? നെക്സ്റ്റ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ സ്ലഡ്ജ് തിക്നർ. നമ്മൾ ഓൾറെഡി നോക്കിയത് എന്താണ്? സ്ലഡ്ജ് തിക്നർ. ഓക്കെ, സ്ലഡ്ജ് തിക്നർ. ഓക്കെ, സ്ലഡ്ജ് തിക്നർ നമ്മൾ ഓൾറെഡി റഫായിട്ട് നോക്കി. എന്താണ് മെയിൻ ആയിട്ടുള്ള പർപ്പസ്? എന്താണ്? ടു റെഡ്യൂസ് ദ വോള്യൂം ഓഫ് സ്ലഡ്ജിന്റെ വോള്യത്തിനെ നമുക്ക് കുറയ്ക്കണം. അല്ലെങ്കിൽ PST അല്ലെങ്കിൽ ST അല്ലെങ്കിൽ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് വരുന്ന സ്ലഡ്ജിനെ നമുക്ക് കളക്ട് ചെയ്യണം. അതിന്റെ വോള്യത്തിനെ നമ്മൾ കുറയ്ക്കണം. നമ്മുടെ മെയിൻ പർപ്പസ് എന്താണ്? സ്ലഡ്ജ് തിക്നറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ ടു റെഡ്യൂസ് ദ വോള്യൂം ഓഫ് സ്ലഡ്ജ് വരുന്ന ഫ്രം PST ഓൾ അല്ലെങ്കിൽ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക്. അതേപോലെ നമ്മുടെ കോസ്റ്റ്, എന്തുകൊണ്ടാണ് നമ്മൾ വോള്യൂം കുറയ്ക്കേണ്ടത്? ബിക്കോസ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് നമുക്ക് കുറയ്ക്കണം. ഓക്കെ, കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റിനെ കുറയ്ക്കണം. അതേപോലെ എന്താണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഈ പ്രോസസ്സിൽ? നമ്മൾ സ്ലഡ്ജിൽ നിന്നുള്ള വാട്ടറിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വോള്യത്തിന് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ലഡ്ജ് തിക്നർ എന്ന് പറയുമ്പോൾ എന്താണ്? വോള്യൂം ഓഫ് സ്ലഡ്ജിനെ നമ്മൾ കുറയ്ക്കണം. എങ്ങനെയാണ് കുറയ്ക്കുന്നത്? വാട്ടറിനെ റിമൂവ് ഔട്ട് ചെയ്താൽ നമുക്ക് വോള്യൂം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ കുറയ്ക്കുന്നത്? കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ലഡ്ജ് തിക്നറിനെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.